മുസ്ലിം ലീഗിനെതിരെ വനിതാ ലീഗ് മുൻ ജില്ലാ സെക്രട്ടറിയും കൊച്ചി കോർപ്പറേഷൻ രണ്ടാം ഡിവിഷനിലെ വിവിധ സ്ഥാനാർത്ഥിയുമായി സജി കബീർ. ലീഗിലെ ചില നേതാക്കൾ തന്നോട് നീതികേട് കാണിച്ചെന്നും സജി കബീർ 24-നോട്. പ്രവർത്തക പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് സ്ഥാനാർത്ഥിയായിട്ട് അവർ കൊണ്ടുവന്നേക്കണം. ഒന്നിലും ഉൾപ്പെടാത്ത ഒരാളെ കൊണ്ടുവന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മാനസികാവസ്ഥ അങ്ങ് മനസ്സിലാക്കണം. കഴിഞ്ഞ 5 വർഷം നമ്മുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് റിബലായിട്ട് സ്വതന്ത്രമായിട്ട് ഒരു സ്ഥാനാർത്ഥി മത്സരമുണ്ടായി ടി കെ അഷ്റഫ്. സ്ഥാനം കിട്ടാൻ വേണ്ടി LDF-ന് പിന്തുണ കൊടുത്തുകൊണ്ട് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി. ഈ പ്രാവശ്യം UDF-ന് ഭരണം കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് വീണ്ടും UDF-ലേക്ക് വരികയും അങ്ങേര് പറയുന്ന 4 സീറ്റും അങ്ങേർക്ക് അനുവദിച്ചുകൊണ്ടിട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ള പാർട്ടിയിലുള്ള നിൽക്കുന്നവരൊക്കെ എന്തിനാണ് നിൽക്കുന്നത്? സജി കബീറിനെ ലീഗിൽ നിന്ന് ഇന്നലെ പുറത്താക്കിയിരുന്നു. റാഫി കരീം ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. റാഫി, പുറത്തായോ? SKN സജി കബീർ ഇന്നലെ തന്നെ പുറത്തായി. എന്തായാലും കടുത്ത വിമർശനമാണ് ലീഗ് സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്കെതിരെ സജി കബീർ ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ലീഗ് നേതൃത്വം പാർട്ടിക്കായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ വഞ്ചിച്ചു എന്നുള്ളതാണ്. താൻ അടക്കമുള്ള പ്രവർത്തകരെ വഞ്ചിച്ചുകൊണ്ടാണ് കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയം ലീഗ് പൂർത്തിയാക്കിയത് എന്നുള്ളതാണ് സജി കബീർ ആരോപിക്കുന്നത്. അതിൽ പ്രധാന പങ്ക് വഹിച്ചത് ടി കെ അഷ്റഫ് എന്ന നേതാവാണ്. അതിന് കാരണം ടി കെ അഷ്റഫ് 5 വർഷം മുൻപ് ലീഗിൽ നിന്ന് രാജിവെച്ച് ലീഗിൽ നിന്ന് മാറി നിന്നതിന് ശേഷം സ്വതന്ത്രനായി മത്സരിച്ച് LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചയാളാണ്. അവിടെ നിന്ന് മടങ്ങിയെത്തി ലീഗിന്റെ സ്ഥാനാർത്ഥിയായി മാറുന്നു. ഒപ്പം തന്നെ ടി കെ അഷ്റഫ് ആവശ്യപ്പെട്ട ആളുകളെ ലീഗ് കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥികളാക്കുന്നു. അങ്ങനെ നടത്തിയപ്പോൾ ലീഗ് വഞ്ചിച്ചത് ലീഗിന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകരെയാണ്. 20 വർഷമായി ലീഗിന് വേണ്ടി സജി കബീർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം തന്നെ ഇത് സ്ഥാനാർത്ഥിയായി ലീഗിന്റെ പാർലമെന്റ് ബോർഡ് തീരുമാനിച്ച തന്റെ പേരായിരുന്നു. പക്ഷേ ടി കെ അഷ്റഫിന് ഇഷ്ടപ്പെട്ടയാളെ പിന്നീട് ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ലീഗിനെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചതെന്നാണ് സജി കബീർ പറയുന്നത്. ഒപ്പം തന്നെ തന്റെ സ്ഥാനാർത്ഥിത്വം ലീഗ് സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളോടുള്ള പ്രതിഷേധമാണ് എന്നുകൂടി സജി കബീർ പറഞ്ഞു വെക്കുന്നു. ഈ സജി കബീർ അടക്കം 2 സ്ഥാനാർത്ഥികളുടെ വിമത ഭീഷണിയാണ് ലീഗിന് കോർപ്പറേഷനിലുള്ളത്. 20-ാം ഡിവിഷനിലും 2-ാം ഡിവിഷനിലുമാണ് ലീഗിന് വിമത സ്ഥാനാർത്ഥികളുള്ളത്. ആകെ 7 ഇടങ്ങളിലാണ് UDF-ൽ മുസ്ലിം ലീഗ് ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. കോണി ചിഹ്നത്തിലാണ് 7 ഇടങ്ങളിൽ മത്സരിക്കുന്നത്. അതിൽ 2 ഇടങ്ങളിൽ വിമത ഭീഷണി ലീഗിനുണ്ട്. അത് വലിയ പ്രതിസന്ധി തന്നെ ലീഗിൽ സൃഷ്ടിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ലീഗ് മറ്റൊരു കാര്യം കൂടി ചെയ്തിരിക്കുന്നത്, എറണാകുളം ജില്ലയിലെ വിമത നീക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് 4 നേതാക്കൾക്കെതിരെ കൂടി മുസ്ലിം ലീഗ് നടപടിയെടുത്തിട്ടുണ്ട്. അതിൽ ജില്ലാ കമ്മിറ്റി അംഗമായ ബഷീർ, ഒപ്പം തന്നെ 3 മണ്ഡലം കമ്മിറ്റി നേതാക്കൾക്കെതിരെയുമാണ് നടപടിയെടുത്തിരിക്കുന്നത്. അത് ലീഗിന്റെ 20-ാം ഡിവിഷൻ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവർക്കെതിരെ മുസ്ലിം ലീഗ് നടപടിയെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ പായിപ്ര പഞ്ചായത്തിലെ 10-ാം ഡിവിഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെയും ലീഗ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ കടുത്ത നടപടിയാണ് വിമതർക്കെതിരെ ജില്ലയിൽ മുസ്ലിം ലീഗ് നേതൃത്വം എടുത്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.